ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് ഇൻഇക്വാളിറ്റിയും അതേപോലെ പ്രോബബിലിറ്റി ആണ്. നിങ്ങൾക്കറിയാം എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കൊരു എത്ര ക്വസ്റ്റ്യൻസാ, ഒരു 2 to 3 ക്വസ്റ്റ്യൻസും അതേപോലെ പ്രോബബിലിറ്റിക്കകത്ത് ഒരു 10 to 13 ക്വസ്റ്റ്യൻസ് വരെയാണ് ചോദിക്കുന്നത്. അപ്പം നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ ആണ് ഏത് വരുന്നത്, പ്രോബബിലിറ്റി എന്ന് വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റർ ആണ്. എന്നാലും അതിനകത്തൊരു 2 to 3 ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്നതാണ്. 3 ചിലപ്പോൾ ഒരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അതുപോലെ പ്രോബബിലിറ്റിക്കകത്താണ് വെയിറ്റേജ് കൂടുതലുള്ള 2 ചാപ്റ്ററിൽ ഒന്നാണ് പ്രോബബിലിറ്റി. രണ്ടാമത് ഒരെണ്ണം നമുക്കറിയാം ഏതാണ്, സ്റ്റാറ്റ് ആണ് അല്ലേ. പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സും ആണ് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്. അതുകൊണ്ട് അത് നല്ലതുപോലെ പഠിക്കുക. നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. ആദ്യം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് പറയുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും ആദ്യം പറയും. എന്നിട്ട് അതിന്റെ പ്രോബ്ലം, നെക്സ്റ്റ് പ്രോബബിലിറ്റി പറയും, പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലം കൂടെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിക്കാമല്ലോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ax² + b, ജനറൽ ഫോം ആണ് പഠിക്കുന്നത്. ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ax² + bx + c = 0 എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ ഇതിന്റെ റൂട്ട്, നെക്സ്റ്റ് കാര്യം ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് എന്ന് പറഞ്ഞ കേസാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന് മാക്സിമം എത്ര റൂട്ട് വരും, 2 റൂട്ട്സ് വരും. മാക്സിമം 2 റൂട്ട്സ് ആണ്. ആ റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഒരു റൂട്ട് ആൽഫയും നെക്സ്റ്റ് റൂട്ട് ബീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആൽഫ എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയും കിട്ടും, ആൽഫ = -b + or നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ, നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ x = -b + or -b² - 4ac / 2a എന്ന് കിട്ടും അല്ലേ. ഇതിനകത്ത് ഈ b² - 4ac പറയുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇക്വേഷനകത്ത് നിങ്ങൾ ക്യാപിറ്റൽ ഡി എന്ന് കൊടുത്തേക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വെച്ചേക്കുക. -b + or -√b² - 4ac / 2a. ഇനി ഈ ഇക്വേഷൻ തന്നെ നമ്മൾ എപ്പോഴും പഠിക്കണമെന്നില്ല. ചില ക്വസ്റ്റ്യൻ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാതെയും ചെയ്യാൻ പറ്റും. അത് നമ്മൾ പുറകെ പറയാം. നെക്സ്റ്റ്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് ഈ റൂട്ടിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും സ്ഥിരമായിട്ട് വരുന്നതാണ്. റൂട്ടിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്ക്രിമിനന്റ് അനുസരിച്ചാണ്. ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനന്റ് b² - 4ac > 0 ആണെങ്കിൽ റൂട്ട് എന്തായിരിക്കും, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. b² - 4ac > 0 ആണെങ്കിൽ റിയൽ ആൻഡ് എത്ര എന്നായിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് എന്നായിരിക്കും. സെക്കൻഡ്, b² - 4ac എന്ന് പറയുന്ന വാല്യൂ = 0 ആണെങ്കിൽ റിയൽ ആൻഡ് ഈക്വൽ ആയിരിക്കും. റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ്. നെക്സ്റ്റ്, b² - 4ac <0 ആണെങ്കിൽ, b² - 4ac <0 ആണെങ്കിൽ എന്തായിരിക്കും, ഇമാജിനറി റൂട്ട് ആയിരിക്കും. ഇമാജിനറി റൂട്ട് ആയിരിക്കും. ആ ഇമാജിനറി റൂട്ട് എന്ന് പറഞ്ഞ വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇമാജിനറി നമ്പേഴ്സ് അറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റിയൽ നമ്പേഴ്സും ഇമാജിനറി നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ b² - 4ac <0 എന്നുള്ള കേസിൽ എന്തായിരിക്കും, ഇമാജിനറി റൂട്ട് ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മറന്നുപോകരുത്. നെക്സ്റ്റ്, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ റൂട്ടിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് അത് ഏതൊക്കെയാണെന്ന് പറയാം. അതാ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആണോ റിയൽ ആണോ നമ്മൾ ഡിസ്ക്രിമിനന്റ് വെച്ചിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്, ഈ തന്നേക്കുന്ന ഒരു ഇക്വേഷൻ ax² + bx + c = 0 ആൽഫയും ബീറ്റ, ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ദെൻ നമുക്ക് പറയാൻ പറ്റും സം ഓഫ് ദ റൂട്ട് ആൽഫ + ബീറ്റ -b/a. ഇമ്പോർട്ടന്റ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് x / കോഎഫിഷ്യന്റ് ഓഫ് x². അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ആൽഫ × ബീറ്റ എത്ര വരും, c/a എന്ന് വരും. ഇമ്പോർട്ടന്റ് ആണ്. ആ രണ്ട് ഇക്വേഷനും പഠിച്ചു വെച്ചു. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് സം ഓഫ് ദ റൂട്ട് -b/a എന്നും അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് c/a, രണ്ടും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, മറന്നുപോകരുത്. നെക്സ്റ്റ്, ഒരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ക്യൂബിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ax³ + bx² + cx + d. ഇതാണ് = 0. ഇതാണ് ക്യൂബിക് ഇക്വേഷൻ. അപ്പൊ എക്സിന്റെ ഹയസ്റ്റ് പവർ = 3 എന്ന് കിട്ടി, എക്സ്പോണന്റ് 3 എന്ന് കിട്ടി. അങ്ങനെയാണ് ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ അതിന് ക്യൂബിക്കിന് മാക്സിമം എത്ര റൂട്ട് വരും, 3 റൂട്ട്സ് വരും. ആ മാക്സിമം 3 റൂട്ട്സ്, ചിലത് 2 ഈക്വൽ ആവാം, അങ്ങനെയുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുന്നു, മാക്സിമം 3 റൂട്ട്സ് ആണ് വരുന്നത്. ആ റൂട്ട്സിനെ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ എന്ന് എടുത്താൽ സം ഓഫ് ദ റൂട്ട് ആൽഫ + ബീറ്റ + ഗാമ = എത്ര കിട്ടും, -b/a. നേരത്തെ പോലെ ഇക്വേഷൻ. ഇവിടെ -b എന്ന് പറഞ്ഞാൽ x² കോഎഫിഷ്യന്റ് ആണ് b. അതേപോലെ a = x³ കോഎഫിഷ്യന്റ്. മറ്റേതിനകത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു, ഡിഫറെന്റ് ആയിരുന്നു. കോഎഫിഷ്യന്റ് ഓഫ് x = b ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് x² = a. നെക്സ്റ്റ്, സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്. അടുത്ത ഇക്വേഷൻ ആണ് സം ഓഫ് ദി പ്രോഡക്റ്റ്. അവിടെ എക്സ്ട്രാ ഒരു ഇക്വേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സം ഓഫ് ദ പ്രോഡക്റ്റ്
പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ ഈക്വൽ ടു എത്ര കിട്ടും സി ബൈ എ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ ഈക്വൽ ടു ഡി മൈനസ് ഡി ബൈ എ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്യൂബിക് ഇക്വേഷൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് സിമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ കുറച്ച് ഇക്വേഷൻസ് ആണ്. നമുക്കറിയാം ആൽഫ ബീറ്റ വെച്ചിട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഈ ആൽഫ ബീറ്റ മാറ്റിയിട്ട് നമുക്ക് ഈ ഇക്വേഷനകത്തെ ക്വസ്റ്റിനകത്ത് വരുന്നത് റൂട്ട്സ് ആർ ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞായിരിക്കും വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൽഫ ബീറ്റ വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ പാടാണെങ്കിൽ ഈ ആൽഫയ്ക്ക് പകരം എ എന്നും ബീറ്റയ്ക്ക് പകരം ബി എന്നും എടുക്കുക. അപ്പൊ എത്ര കിട്ടും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എ ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 2ab. ആ സെയിം ഇക്വേഷൻ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ആൽഫയും ബീറ്റയും വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഈ ഇക്വേഷൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു ആൽഫ ബീറ്റ എന്ന് കൊടുത്താലും ഇക്വേഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് തന്നെ കിട്ടും. മനസ്സിലായി? അതൊന്ന് നോക്കി വെച്ചേക്കുക. അതേപോലെ അതിന്റെ താഴോട്ടുള്ള ഇത്ര ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ഈ നമുക്കറിയാലോ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫോമിൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു ഒരു എക്സാമ്പിൾ ആയിട്ട് ഇച്ച് ഈക്വൽ ടു എത്ര കിട്ടും, 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എടുത്താൽ ഇത് എന്തിന്റെ ഇക്വേഷനാ, ഒരു പരാബോളയുടെ ഇക്വേഷൻ ആയിട്ട് കിട്ടും. പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ തന്നേക്കുന്ന എക്സ്പ്രഷനെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് പരാബോള പഠിച്ചിട്ടുണ്ടല്ലോ. y ഈക്വൽ ടു അല്ലെ y സ്ക്വയർ ഈക്വൽ ടു 4ax, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്നൊക്കെ പറഞ്ഞ പരാബോളയുടെ മോഡലിലാണ് നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ, ഇക്വേഷൻ അല്ല, ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയും. ഈക്വൽ ടു 0 കൊടുക്കാതെ ഈ തന്നേക്കുന്ന എക്സ്പ്രഷൻ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് സി എന്ന് പറയുന്നത് ഒരു പരാബോളയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഈ പരാബോളയിൽ a ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്തായിരിക്കും, ഓപ്പൺ അപ്വേർഡ് ആയിരിക്കും. അതേപോലെ a ലെസ് ദാൻ 0 ആണെങ്കിൽ എത്രയായിരിക്കും, ഡൗൺവേർഡ് ആയിരിക്കും. അതേപോലെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എക്സ് ആക്സിസിൽ, ഈ പരാബോള എക്സ് ആക്സിസിൽ 2 പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പരാബോള വരയ്ക്കുമ്പോൾ പരാബോള തന്നെ ഇങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിൽ 2 പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, 2 റിയൽ റൂട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് പരാബോള ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നുള്ളെങ്കിൽ, ഒരു പോയിന്റിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ടച്ച് ചെയ്യുന്നുള്ളെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും. എക്സ് ആക്സിസ് ഇങ്ങനെ വരുന്ന ഒരു പരാബോളയാണെങ്കിൽ ഇവിടെ എക്സ് ആക്സിസ്, ഈ പരാബോളയാണെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും, ഒരു റിയൽ റൂട്ടേ കാണത്തുള്ളൂ. ഇനി ഈ പരാബോളയുടെ ഈ കേസിലാണെങ്കിൽ എബോവ് ദ എക്സ് ആക്സിസ് ഓർ എന്തായിരിക്കും, ബിലോ ദ എക്സ് ആക്സിസ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അവിടെ ഇമാജിനറി റൂട്ട് ആയിരിക്കും വരുന്നത്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഒന്ന് നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് ഉള്ള അതാണ് ഈ രണ്ട് കേസുകൾ ഇമ്പോർട്ടന്റ് ആണ്, മിനിമം വാല്യൂവും മാക്സിമം വാല്യൂ. മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഓഫ് എത്രയെന്ന് ഒരു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. മിനിമം വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 4ac മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a. ഇമ്പോർട്ടന്റ് ആണ്, 4ac മൈനസ് ബി സ്ക്വയർ ബൈ 4a. ആ വാല്യൂ ഒക്കെ അറിയുന്ന പോയിന്റ് ഈക്വൽ ടു മൈനസ് ബി ബൈ 2a. നമുക്കൊരു ഇക്വേഷൻ തരാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് സി അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് സി എന്ന് പറയുന്ന ഇക്വേഷന്റെ സെക്കൻഡ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് സി. ഈ എക്സ്പ്രഷന്റെ എത്രയെന്ന് വരും, മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ചോദിക്കും. അപ്പൊ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഇവിടെ നമുക്കറിയാം എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടത്തുള്ളൂ, മിനിമം വാല്യൂ മാത്രമേ ഉള്ളൂ. ദർ ഈസ് നോ മാക്സിമം വാല്യൂ അറ്റ് എ ഗ്രേറ്റർ ദാൻ 0. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇവിടെ എന്തില്ല, മാക്സിമം വാല്യൂ ഇല്ല. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് എന്താ കിട്ടത്തുള്ളൂ, മിനിമം വാല്യൂ കിട്ടത്തുള്ളൂ. ആ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ത് വരും, 4ac മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a. 4ac മൈനസ് ബി സ്ക്വയർ ബൈ 4a which is equal to 4ac. 4 into a equal to എത്ര കിട്ടും, ബി 2x പ്ലസ് 3 കിട്ടോട്ടെ ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ആണെങ്കിൽ 4 into ac, a ഈക്വൽ ടു 1 ആണ്, c ഈക്വൽ ടു എത്ര കിട്ടും, 3 എന്ന് കിട്ടും. 4 into 1 into 3 മൈനസ് ബി സ്ക്വയർ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a. 4 into 1 which is equal to എത്ര കിട്ടും, 4 into 3 12 ആണ്, 12 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 which is equal to 8 by 4 which is equal to എത്ര കിട്ടും, 2 എന്നായിരിക്കും ഇതിന്റെ മിനിമം വാല്യൂ കിട്ടുന്നത്. അപ്പം ഇമ്പോർട്ടന്റ് ആണ് നോക്കുക, എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം വാല്യൂ,
ആ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ് ബി എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എത്രയായിരിക്കും -b/2a. ബി ഈക്വൽ ടു 2 ആണ്. -2/2 ക്യാൻസൽ ചെയ്യുമ്പോൾ വാല്യൂ എത്ര കിട്ടും -1 എന്നിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ് -1 ആൻഡ് ദ മിനിമം വാല്യൂ ഈക്വൽ ടു 4ac - b² ഡിവൈഡഡ് ബൈ 4. ദെൻ a ലെസ് ദാൻ 0. a ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ -x² + 2x + 3. a ലെസ് ദാൻ 0 ആയി. അപ്പൊ ദെൻ എന്തായിരിക്കും മാക്സിമം, അവിടെ മാക്സിമം വാല്യൂ ഉള്ളൂ. a ലെസ് ദാൻ 0യിൽ മിനിമം വാല്യൂ ഇല്ല, a ലെസ് ദാൻ 0യിൽ മാക്സിമം വാല്യൂ ആയിരിക്കും. ഇക്വേഷൻ സെയിം തന്നെ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം a ഗ്രേറ്റർ ദാൻ 0 എന്നാണെങ്കിൽ അവിടെ എന്തായിരിക്കും മിനിമം വാല്യൂ ആയിരിക്കും. അതേപോലെ a ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും മാക്സിമം വാല്യൂ ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. ആ വാല്യൂ കിട്ടുന്ന ആ വാല്യൂവിന്റെ ഇക്വേഷനും അതേപോലെ വാല്യൂ കിട്ടുന്ന പോയിന്റും എന്ത് തന്നെയാണ്, ആ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, പോയിന്റിന്റെ ഇക്വേഷനും അതേപോലെ വാല്യൂവിന്റെ ഇക്വേഷനും സെയിം തന്നെ. പക്ഷെ എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ, അത് a ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം വാല്യൂവും a ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്. നമുക്ക് ക്വസ്റ്റിനോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ട്രിഗണോമെട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് ട്രിഗണോമെട്രി കൂടെ ചേർന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ, if tan A and tan alpha and tan beta are the roots of the equation. Tan alpha and tan beta are the roots of the equation. 2024 ക്വസ്റ്റ്യൻ ആണ്. Roots of the equation x² - 6x + 8, x² - 6x + 8 equal to 0. Then what is the value of cos 2 alpha? Then what is the value of cos 2 alpha plus 2 beta? Cos 2 alpha plus 2 beta. ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, tan alpha and tan beta are the roots of the equation. Tan alpha and tan beta are the roots of the equation. x² - 6x + 8, x² - 6x + 8 equal to 0. Then what is the value of cos 2 alpha plus 2 beta? Cos 2 alpha plus 2 ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ആർക്കെങ്കിലും ഒന്ന് പറയാമോ? cos 2 alpha plus cos 2 beta എന്ന് പറഞ്ഞ വാല്യൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. cos 2 alpha plus 2 ബീറ്റയെ cos 2 into alpha plus beta എന്ന് എഴുതി കൂടെ. രണ്ട് ടൈമിനകത്ത് ഒരു ആൽഫ ബീറ്റ എടുത്തു കഴിഞ്ഞാൽ ഇത്ര ഏത് ഫോമിലായി, cos 2x എന്നുള്ള ഫോമിലായല്ലോ. cos 2x വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 - ഇത്രയെന്ന് വരും cos 2x equal to 1 - tan square x divided by 1 plus tan square x എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നുപോയത്. 1 - tan square x divided by 1 plus tan square x എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇക്വേഷൻ സോൾവ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തന്നിട്ടുണ്ട് cos 2 into alpha plus beta എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. cos 2 into alpha plus beta equal to cos 2 into alpha plus beta എന്ന് ആലോചിച്ച് നോക്കേ. 2x equal to 1 plus tan square x divided by 1 - tan square x divided by 1 plus tan square x. Then cos 2 into alpha plus beta, x equal to x ന്റെ വാല്യൂ ആണ് എത്രയെന്ന് കിട്ടിയിരിക്കുന്നത് alpha plus beta. then എന്ത് എഴുതാൻ പറ്റും, 1 - tan square alpha plus beta divided by 1 plus tan square alpha plus beta. മനസ്സിലായേ? 1 - tan square alpha plus beta divided by 1 plus tan alpha plus beta. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തുകൂടെ മതി, tan square alpha plus tan alpha plus beta കണ്ടുപിടിച്ചാൽ പോരെ. tan alpha plus beta കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ആ tan alpha plus beta കണ്ടുപിടിക്കും. ഇങ്ങോട്ട് എഴുതാണ് tan alpha plus beta. tan a plus b യുടെ വാല്യൂ നമുക്കറിയാം, എത്രയെന്ന് വരും, tan alpha plus tan beta divided by 1 minus tan alpha tan beta. അപ്പോൾ tan alpha plus tan beta divided by 1 minus tan alpha tan beta. അപ്പോൾ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ്. ഇത് നിങ്ങളൊന്ന് എഴുതി ഇട്ടേക്കണം. ഏതാ, cos 2x ന്റെ ഇക്വേഷൻ 1 plus tan square x divided by 1 minus tan square x divided by 1 plus tan square x. Then tan x plus y അല്ലെങ്കിൽ tan a plus b, tan alpha plus beta equal to tan alpha plus tan beta divided by 1 minus tan alpha tan beta. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതാണ്ട് ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 6x, x² - 6x പിന്നെന്താ തന്നിരിക്കുന്നത് 8 എന്നാണ്, +8 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ x² - 6x + 8 നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് ദ റൂട്ട്. ഇവിടെ റൂട്ട് തന്നിരിക്കുന്നത് ആൽഫ ആൻഡ് ബീറ്റ റൂട്ട് ആണെങ്കിൽ നമുക്ക് സം ഓഫ് ദ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും, -b/a. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും, c/a എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇച്ചിരി വിശദമായിട്ട് ടൈം എടുത്ത് പറയുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഈ തന്നേക്കുന്നത് സം ഓഫ് ദ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് ഏതൊക്കെ ഇട്ടേക്കുന്നത്, tan ആൽഫ പ്ലസ് tan ബീറ്റ എന്നല്ലേ സം ഓഫ് ദ റൂട്ട്. ഫസ്റ്റ് റൂട്ട് tan ആൽഫ, സെക്കൻഡ് റൂട്ട് tan ബീറ്റ. tan ആൽഫ പ്ലസ് tan ബീറ്റ ഈക്വൽ ടു സം ഓഫ് ദ റൂട്ട് ഈക്വൽ ടു -b/a. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേ a ഈക്വൽ ടു, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ a ഈക്വൽ ടു 1,
ബി ഈക്വൽ ടു -6, സി ഈക്വൽ ടു 8. അപ്പൊ -b/a എന്ന് പറഞ്ഞ വാല്യൂ എത്ര കിട്ടും? -b/a ഈക്വൽ ടു -6 ഈക്വൽ ടു +6 +6 ഡിവൈഡഡ് ബൈ a ഈക്വൽ ടു 1. അപ്പൊ 6 എന്നല്ലേ കിട്ടുന്നത്. ദെൻ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് tan ആൽഫ ഇൻറ്റു tan ബീറ്റ, പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഈക്വൽ ടു c/a. c ഈക്വൽ ടു എത്രയുണ്ട്? 8 എന്നുണ്ട്. അപ്പൊ c/a എന്ന് പറയുന്ന വാല്യൂ എത്രയെന്ന് കിട്ടും? 8 എന്ന് തന്നെ കിട്ടും. ഇമ്പോർട്ടന്റ് ആണ്, മറന്നുപോയത്. അപ്പൊ അത് നമ്മൾ ഈ ഇക്വേഷൻ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ tan ആൽഫ പ്ലസ് tan ബീറ്റ എത്രയെന്നുണ്ട്? 6 എന്നുണ്ട്. അപ്പൊ 6 ഡിവൈഡഡ് ബൈ 1 മൈനസ് tan ആൽഫ ഇൻറ്റു tan ബീറ്റ എത്രയെന്ന് കിട്ടി? 8 എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? ആൻസർ ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ എത്രയെന്ന് കിട്ടി? -7 അല്ലെങ്കിൽ -6/7 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അത് ഏതിന്റെ വാല്യൂ? tan ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. tan ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എത്രയെന്നുണ്ട്? -6 ഡിവൈഡഡ് ബൈ 7. അപ്പൊ ഞാൻ ഈ റൈറ്റ് സൈഡിൽ tan ആൽഫ tan ബീറ്റ എന്ന് എഴുതിയിരിക്കുന്ന ഈ കാര്യം ഒന്ന് മായ്ക്കുവാണ്. സ്ഥലമില്ലാത്തതുകൊണ്ട് ഒന്ന് മായ്ക്കുവാണ്. അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത് ഏതാണെന്നാണ്? tan ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എത്രയുണ്ട്? -6/7. അത് ഇക്വേഷനിൽ കൊടുത്ത് ഈക്വൽ ടു 1 മൈനസ് cos 2 ആൽഫ പ്ലസ് ബീറ്റ അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 1 മൈനസ് tan സ്ക്വയർ ആൽഫ പ്ലസ് ബീറ്റ. tan ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 6/7. tan സ്ക്വയർ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എത്ര കിട്ടും? 6 സ്ക്വയർ ഈക്വൽ ടു -6/7 ദ ഹോൾ സ്ക്വയർ എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 36/49 എന്ന് കിട്ടും. ഈക്വൽ ടു 36/49 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 36/49, which is equal to cross multiply 49 minus 36 divided by 49 divided by 49 plus 36 divided by 49. The denominator and 49 cancel ആയിപ്പോയി, which is equal to എത്രയെന്ന് കിട്ടും? 49 minus 36 equal to എത്രയെന്ന് കിട്ടും? 49 minus 36 equal to 13 divided by 49 plus 36 equal to 85. Answer option 13/85, ഓപ്ഷൻ ബി. മനസ്സിലായോ? ഞാനിപ്പോൾ ചെയ്തപ്പോഴാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്ത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി പഠിച്ചു വെച്ചേക്കേണ്ട ഇക്വേഷൻ ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻ ആണ് cos 2x, അതേപോലെ തന്നെ tan ആൽഫ പ്ലസ് ബീറ്റ. ഈ രണ്ട് ഇക്വേഷനോട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത് സോൾവ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഇത് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? A, B, C are in GP. Consider the equation ax square plus bx plus c equal to 0. The equation has imaginary root. The ratio of the root is 1:omega, where omega is the cube root of unity. The product of the root is b square by a square. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇക്വേഷൻ ഹാസ് ഇമാജിനറി റൂട്ട് എന്നുണ്ട്. ദ ഇക്വേഷൻ റേഷ്യോ ഓഫ് ദ ഇക്വേഷൻ ഈക്വൽ ടു 1:omega. ഒമേഗ നമുക്കറിയാലോ, ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒമേഗ ഇസ് ദി ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന കേസാണ്. ഒമേഗ ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആരെങ്കിലും ഇത് പറയാം? ഏതൊക്കെയാ? 1, ഒമേഗ, ഒമേഗ സ്ക്വയർ. ഈ 3 വാല്യൂസ് ആണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1ന്റെ ക്യൂബ് റൂട്ട് ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 1 ഈക്വൽ ടു 1 ഒമേഗ, ഒമേഗ സ്ക്വയർ. അതായത് ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം 1 ഈക്വൽ ടു 1 തന്നെ. ഒമേഗ ഈക്വൽ ടു എത്രയെന്ന് വരും? -1 പ്ലസ് i√3 ഡിവൈഡഡ് ബൈ 2ഉം, അതേപോലെ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു -1 മൈനസ് i√3 ഡിവൈഡഡ് ബൈ 2. ഈ വാല്യൂസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ഈ തന്നേക്കുന്ന ഇക്വേഷനകത്ത് തന്നിട്ടുണ്ട് ABC ആർ ഇൻ GP എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇതിന്റെ ഇക്വേഷന് തന്നിരിക്കുന്ന A > 0, C > 0 ആർ ഇൻ GP. കൺസിഡർ ദ ഇക്വേഷൻ ax square plus bx plus c equal to 0. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? ഇക്വേഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ഇക്വേഷൻ ഹാസ് ഇമാജിനറി റൂട്ട്. ഇക്വേഷൻ എന്താ വന്നിരിക്കുന്നത്? ഇമാജിനറി റൂട്ട് എന്ന്. ഇമാജിനറി റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇമാജിനറി റൂട്ട് നമ്മൾ എങ്ങനെ നോക്കുന്നത്? ഇമാജിനറി റൂട്ട് b സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 എന്നല്ലേ? സോറി, ഈക്വൽ ടു അല്ല, ലെസ് ദാൻ 0 വരുമ്പോഴാണ് എന്താവുന്നത്? ഇമാജിനറി റൂട്ട് വരുന്നത്. b സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 വരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഇമാജിനറി റൂട്ട്. ഇനി നിങ്ങൾ ഇതെല്ലാം കൂടെ ചെയ്ത് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. പകരം നോക്കേ, ഈ b സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് GP എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ? ABCR GP. എടെ GP ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. GP ആണെങ്കിൽ GP എനിക്ക് എന്താ? 1, 2, 4. ഇതൊരു GP അല്ലേ? അല്ലെ? നിങ്ങൾക്ക് എടുക്കാം 1, 3, 9 എന്തെടുക്കാം? GP ആണ്. അപ്പൊ 1 × 3 3 × 3 ഈക്വൽ ടു 9.
അപ്പൊ ഈ 139ഉം 124ഉം ഒക്കെ എന്താണ് GP ആണ്. അപ്പൊ ഇവിടെ GP മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഏത് GP എടുത്താലും എന്തായിരിക്കണം, ഇക്വേഷൻ വാല്യൂ സെയിം ആവണ്ടേ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഈ തന്നേക്കുന്ന ഇക്വേഷനകത്ത് ഈ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് എന്താവും, A ഈക്വൽ ടു എത്രയെന്ന് കൊടുക്കാം, A ഈക്വൽ ടു 1, B ഈക്വൽ ടു 2, C ഈക്വൽ ടു എത്രയെന്ന് എടുത്തു 4. അപ്പൊ ഇക്വേഷൻ എന്തായി, x² പ്ലസ് 2x പ്ലസ് 4. ഇവിടെ തന്നിട്ടുണ്ട് എല്ലാ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയെന്ന് എടുത്തു 0 x² പ്ലസ് 2x പ്ലസ് 4. ദെൻ നിങ്ങൾ ഇവിടെ തന്നേക്കുന്ന b² മൈനസ് 4ac നമുക്കൊന്ന് കണ്ടുപിടിക്കാം. b² മൈനസ് 4ac ഈക്വൽ ടു എത്ര നേട്ടം, b² മൈനസ് 4ac ഈക്വൽ ടു b² ഈക്വൽ ടു 4² 2² ഈക്വൽ ടു 4 മൈനസ് 4 ഇൻറ്റു a ഈക്വൽ ടു 1 ആണ്, c ഈക്വൽ ടു എത്ര നേട്ടി 4 വിച്ച് ഇസ് ഈക്വൽ ടു 4 മൈനസ് 16 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 12. b² മൈനസ് 4ac ലെസ് ദാൻ 0 ആണ്, ലെസ് ദാൻ 0 ആണ്. നമുക്ക് എന്താ ചെയ്യാം, ഈ തന്നേക്കുന്നത് ഇമാജിനറി റൂട്ടാണ് കിട്ടുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് അല്ലേ, മനസ്സിലായോ? b² മൈനസ് 4ac ലെസ് ദാൻ 0 എന്ന് കിട്ടി. നെക്സ്റ്റ്, ദ റേഷ്യോ ഓഫ് ദ റൂട്ട്സ് ഈസ് 1:ω. റേഷ്യോ ഓഫ് ദ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1:ω എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഈ തന്നേക്കുന്ന റൂട്ടിന്റെ റേഷ്യോസ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഏത് വാല്യൂ കൊടുത്താലും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ റൂട്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞ വാല്യൂ എത്ര, b ഈക്വൽ ടു എത്ര ക്വസ്റ്റ്യൻ ഉള്ളത് 2. അപ്പൊ -b എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, -2 പ്ലസ് ഓർ മൈനസ് b² മൈനസ് 4ac നമ്മൾ എടുത്തിട്ടുണ്ട്, റൂട്ട് -12 ഡിവൈഡഡ് ബൈ 4ac സോറി ഡിവൈഡഡ് ബൈ 2a ഈക്വൽ ടു എത്ര കിട്ടി 2 എന്ന് കിട്ടി, which is equal to -2 plus or minus minus root 12 എങ്ങനെ എഴുതാൻ പറ്റും, മൈനസ് റൂട്ട് -12 ഈക്വൽ ടു എത്ര എഴുതാം 2 റൂട്ട് 3i എന്ന് എഴുതാൻ പറ്റും. കാര്യം റൂട്ട് -12 ഈക്വൽ ടു എത്ര എഴുതാം, റൂട്ട് ഓഫ് -1 ഇൻറ്റു 4 ഇൻറ്റു 3. 4ന്റെ റൂട്ട് പുറത്തെടുത്തു, 3യുടെ റൂട്ട് 3 ആണ്, റൂട്ട് -1 ഈക്വൽ ടു i എന്ന് കിട്ടും. അപ്പോൾ -√3i ഡിവൈഡഡ് ബൈ, ഇതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എത്രയാണ് കിട്ടുന്നത്, 1 സെക്കൻഡ്. ഇവിടെ എത്രയെന്ന് വരും, 2 പ്ലസ് 2 റൂട്ട് 3i ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഈ തന്നേക്കുന്ന ടൈമിനകത്ത് 2 എല്ലാം ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3i ഡിവൈഡഡ് ബൈ എത്രയെന്ന് കിട്ടി 2 എന്ന് കിട്ടി. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3i ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ എത്രയെന്ന് കിട്ടി, ഫസ്റ്റ് ഇക്വേഷൻ 1 സെക്കൻഡ്, സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുകയാണ്, ശ്രദ്ധിച്ച്. മൈനസ് -1 പ്ലസ് i റൂട്ട് ഡിവൈഡഡ് ബൈ 2, സെക്കൻഡ് -1 മൈനസ് i റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ രണ്ട് ഇക്വേഷനിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും ഒമേഗ എന്നാണല്ലോ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കിട്ടി ω² എന്ന് കിട്ടി അല്ലെ. ഫസ്റ്റ് ഒമേഗയുടെ വാല്യൂ ആണ്, സെക്കൻഡ് എത്രയാണ് കിട്ടി ω². ഈ രണ്ട് ടൈമിനകത്ത് നമുക്ക് ഒമേഗ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇക്വേഷന്റെ റേഷ്യോ എത്രയാണ് കിട്ടും, 1:ω. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ടൈമിനകത്ത് ഒമേഗ, സെക്കൻഡിനകത്ത് ω² ആണെങ്കിൽ ഇപ്പൊ നമ്മൾ 2:4 എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടൈമിനകത്ത് 2 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എത്ര കിട്ടി, 1:2 എന്ന് കിട്ടും അല്ലെ. 6:9 എന്നാണെങ്കിൽ രണ്ടിനകത്ത് ഒരു 3 കോമൺ ആയിട്ടുണ്ട്, എത്ര കിട്ടി 2:3 എന്ന് കിട്ടും. അതുപോലെ തന്നെ രണ്ട് ടൈം ω² ആണ്, റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും 1:ω. ആൻസർ എത്ര കിട്ടും, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, ഫസ്റ്റ് റൂട്ട് ഒമേഗ, സെക്കൻഡ് റൂട്ട് എന്ത് കിട്ടി ω² ആണ്. അപ്പോൾ ഒമേഗ ഇൻറ്റു ω² ഈക്വൽ ടു എത്ര കിട്ടും, ω³ ആണ്. നമുക്കറിയാം ω³ വാല്യൂ എത്ര 1 എന്നാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇതിനകത്ത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന കേസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ω³ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് എത്ര കിട്ടുന്നത്, -b² ബൈ a². ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് സൈഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുകയാണ്, -b². ബിയുടെ വാല്യൂ എത്ര ക്വസ്റ്റിനകത്തുണ്ട്, ബി ഈക്വൽ ടു എത്ര കിട്ടും, ബി ഈക്വൽ ടു 2 അല്ലേ. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഈക്വൽ ടു b² ബൈ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഈക്വൽ ടു b² ബൈ a² അല്ലേ. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് നിങ്ങളൊന്ന് സോൾവ് ചെയ്യാമോ, b² ബൈ a² എന്ന് പറയുമ്പോൾ ബി ഈക്വൽ ടു എത്ര കിട്ടി, ബി ഈക്വൽ ടു നമ്മുടെ ക്വസ്റ്റിനകത്തുള്ളത് എത്രയാണ് 2 എന്നാണ്. ബി ഈക്വൽ ടു 2, b² ഈക്വൽ ടു എത്ര കിട്ടി, b² ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ a². a² ഈക്വൽ ടു 1 അല്ലേ, 4/1 എന്ന് പറഞ്ഞ വാല്യൂ 4 എന്നല്ലേ കിട്ടണ്ടേ.
പക്ഷെ നമ്മുടെ റൂട്ട് ഇവിടെ കിട്ടിയേക്കുന്നത് ഏതൊക്കെയാ? ഒമേഗയും ഒമേഗ സ്ക്വയറും അല്ലേ? ആണോ? ഒമേഗ ഒമേഗ സ്ക്വയർ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ തന്നേക്കുന്ന ഇക്വേഷനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ എന്താ GP എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഈ തന്നേക്കുന്ന ഇക്വേഷൻസ് അതിനകത്തുള്ളതാ GP-യിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, GP ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഈക്വൽ ടു C/A എന്നല്ലേ വന്നേക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഈക്വൽ ടു C/A. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുമ്പോൾ, സോറി, ഒരു GP ആണെങ്കിൽ B² ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? AC എന്ന് കിട്ടും അല്ലേ? B² ഈക്വൽ ടു AC എന്ന് കിട്ടി. ദെൻ ഈ AC എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക്, സോറി, C ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? B² എന്ന് എഴുതാം. C ഈക്വൽ ടു B² വിച്ച് ഇസ് ഈക്വൽ ടു, സിയുടെ വാല്യൂ എത്രയെന്ന് കിട്ടും? B² ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടും. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ B² ഡിവൈഡഡ് ബൈ A² കിട്ടും. അപ്പൊ ഈ ഇക്വേഷനകത്ത് അത് മാത്രം സോൾവ് ചെയ്യുന്നത് നമ്മൾ ആ ക്വാഡ്രാറ്റിക്, സോറി, GP-യുടെ ജനറൽ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. മറ്റേ നമ്മൾ നോക്കുമ്പോൾ, അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് എത്രയെന്ന് കിട്ടി? ഒമേഗ, പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഈക്വൽ ടു ഫസ്റ്റ് റൂട്ട് ഒമേഗ സെക്കൻഡ് റൂട്ട് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് ജനറൽ ഒരു പ്രോപ്പർട്ടി പറയുമ്പോൾ B²/A² എന്ന് പറയുന്ന ഇക്വേഷനോട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് GP ആയതുകൊണ്ട് ആ ഇക്വേഷനോട് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റും എന്താണെന്ന് കിട്ടും? കറക്റ്റ് എന്ന് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ജസ്റ്റ് വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ എന്താ ആ കാര്യം എന്നുള്ളത് മനസ്സിലാവും. Next question, what is the number of real root of the equation? What is the number of real roots of the equation x minus 1 the whole square plus x minus 2 the whole square plus x minus 3 the whole square equal to 0? അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ തന്നേക്കുന്ന ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുക. x minus 1 the whole square എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ത് വരും? x² minus 2x plus 1. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്. സെക്കൻഡ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, തേർഡ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഓരോന്നിനും എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. x² minus 2x plus 1 plus x² minus 4x plus 4 plus x² minus 6x plus 9 equal to 0. Then നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? x² plus x², 3x², നെക്സ്റ്റ് minus 2x minus 4x minus 6x, ഇത്ര ഒരു minus 12x പ്ലസ് എത്ര കിട്ടി? 1 plus 4, 5 plus 9 equal to 14 equal to എത്ര കിട്ടും? 0 എന്ന് കിട്ടും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? 3x² minus 12x plus 14 equal to 0. ഇതിനകത്ത് കോമൺ ടൈം ഒന്നും എടുത്ത് കളയാനില്ല. എല്ലാത്തിനകത്ത് ഒരു ഈവൻ നമ്പർ, ഇവിടെ ഒരു ഈവൻ നമ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കാം. പക്ഷെ ഇത് ഈവൻ നമ്പർ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് A ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 3, B ഈക്വൽ ടു -12, C ഈക്വൽ ടു 14. അപ്പോൾ A, B, C 3 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇക്വേഷൻ എന്തായിരുന്നു? റിയൽ റൂട്ട് കണ്ടുപിടിക്കാൻ, എത്ര റിയൽ റൂട്ട് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കുക. B² minus 4AC. റൂട്ടിന്റെ പ്രോപ്പർട്ടി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക? ഡിസ്ക്രിമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. B² minus 4AC equal to B² equal to -12 the whole square minus 4 into 3 into 14. -12 the whole square equal to 144 minus എത്രയാണ് കിട്ടും? 14 into 4. 14 into 4 equal to എത്രയാണ് കിട്ടും? 12 into എത്രയാണ് കിട്ടുന്നത്? 14 equal to എത്രയാണ് കിട്ടും? 8, 4, 2, 1 equal to 168. 144 minus 168 എന്ന് കിട്ടി. ആൻസർ -24. ഓക്കെ, B² minus 4AC, B² minus 4AC ലെസ് ദാൻ 0 എന്നല്ലേ കിട്ടിയേക്കുന്നത്? B² minus 4AC ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ഇവിടെ ഇമാജിനറി റൂട്ട് ആയിരിക്കും. അപ്പൊ അവിടെ തന്നേക്കുന്നത് എന്തില്ല? റിയൽ റൂട്ടില്ല. അതുകൊണ്ടാണ് ആൻസർ എന്ത് കിട്ടിയത്? നൺ എന്നുള്ളത് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ട്? അവിടെ ഈ കിട്ടുന്ന റൂട്ടല്ല എന്തായിരിക്കും? ഇമാജിനറി റൂട്ട് ആയിരിക്കും. അതുകൊണ്ട് റിയൽ റൂട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇക്വേഷൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ്, ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A plus B(x²) minus A plus B plus C x plus K equal to 0. Where A, B, C are real if K equal to C by 2. If K equal to C by 2, then the roots are, തന്നിരിക്കുന്ന റൂട്ടിന്റെ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ഓപ്ഷൻ റിയൽ ആൻഡ് ഈക്വൽ, സെക്കൻഡ് ഓപ്ഷൻ റിയൽ ആൻഡ് അൺഈക്വൽ, തേർഡ് ഓപ്ഷൻ എത്രയാണ് വന്നേക്കുന്നത്? തേർഡ് ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? റിയൽ ആൻഡ് ഈക്വൽ, റിയൽ ആൻഡ് അൺഈക്വൽ. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ഇത്രയാണ് വന്നേക്കുന്നത്? റിയൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഗ്രേറ്റർ ദാൻ സി. മറ്റേത് കോംപ്ലക്സ് ബട്ട് നോട്ട് റിയൽ.
അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ഈ തന്നേക്കുന്നത് എ പ്ലസ് ബി എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് കെ ഈക്വൽ ടു 0 എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, കെ ഈക്വൽ ടു C/2. അപ്പൊ കെ ഈക്വൽ ടു C/2 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് റൂട്ടിന്റെ പ്രോപ്പർട്ടി അല്ലേ, റിയൽ ആൻഡ് ഈക്വൽ, റിയൽ ആൻഡ് അൺഈക്വൽ, റിയൽ അതുപോലെ കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കുന്നത്. ഡിസ്ക്രിമിനന്റ് ഇമ്പോർട്ടന്റ് ആണ്. ബി സ്ക്വയർ മൈനസ് 4ac, ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എത്രയാണ് വരും, എ പ്ലസ് ബി ഇൻറ്റു എത്രയാണ് കിട്ടുന്നത്, കെ എന്നല്ലേ, കെയുടെ വാല്യൂടെ ക്വസ്റ്റ്യൻ എന്തുണ്ട്, C/2. അപ്പോൾ എത്രയാണ് കിട്ടും, C/2. നമുക്ക് എഴുതാം എ ഈക്വൽ ടു എത്രയുണ്ട്, എ പ്ലസ് ബി അല്ലേ. ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ എഴുതുമ്പോൾ കോഎഫിഷ്യന്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി. അതുപോലെ ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. അതുപോലെ സി ഈക്വൽ ടു എത്രയുണ്ട്, കെ ഉണ്ട്, ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് C/2 ആണ്. ഈ ABC ജനറൽ ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ ഇവിടെ 4ഉം 2ഉം കൂടെ ക്യാൻസൽ ആയി പോയി, അവിടെ എത്രയാണ് കിട്ടും, 4ഉം 2 കൂടെ ക്യാൻസൽ ആയി പോയിട്ട് അവിടെ അടുത്ത ആൻസർ ഇവിടെ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി ഇൻറ്റു എത്രയാണ് കിട്ടി, സി എന്ന് കിട്ടി. ഇതേ ഈ തന്നേക്കുന്ന ഇക്വേഷനകത്ത് അല്ലെ 4ac എന്ന് കിട്ടി. ദെൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ തന്നേക്കുന്ന ഇക്വേഷനെ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ജനറൽ ആയിട്ട് അങ്ങ് എക്സ്പാൻഡ് ചെയ്തത് ഇത് ഒരു ടൈം ആയിട്ട് എടുക്കുക. കാര്യം ഇവിടെ ഒരു എ പ്ലസ് ബി കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് സിംഗിൾ ടൈം ആയിട്ട് എടുക്കുക. എ പ്ലസ് ബി ഒരു സിംഗിൾ ടൈം ആണ്. അപ്പൊ എത്ര വരും, ഫസ്റ്റ് ടൈമിന്റെ എ സ്ക്വയർ അല്ലെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെ പറഞ്ഞാൽ 2 ടൈംസ് ആണെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നല്ലേ വരുന്നത്. ഇവിടെ നോക്കുക, ഈ എ പ്ലസ് ബി എന്നുള്ളത് സിംഗിൾ ടൈം ആയി. അപ്പൊ എന്ത് വരും, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സി അല്ലെ, എ ഈക്വൽ ടു എ പ്ലസ് ബി. ഇവിടെ നിങ്ങൾക്ക് എ ഈക്വൽ ടു എ പ്ലസ് ബി, അതേപോലെ ബി ഈക്വൽ ടു എത്രയെന്ന് കിട്ടി, എ ഈക്വൽ ടു എ പ്ലസ് ബി, ദെൻ ബി ഈക്വൽ ടു എത്രയെന്നുണ്ട്, ബി ഈക്വൽ ടു സി എന്നുണ്ട്. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, 2 എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് 2ab എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് എത്രയെന്ന് വരും, സെക്കൻഡ് ടൈമിന്റെ സ്ക്വയർ ഈക്വൽ ടു എത്രയെന്ന് കിട്ടും, സി സ്ക്വയർ എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? മൈനസ് നേരത്തെ അവിടെ ഒരു ടൈം ഉണ്ടായിരുന്നു, 2a പ്ലസ് ബി സോറി 2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എത്രയെന്ന് കിട്ടി, സി. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റിനെ നോക്കുക, ഇവിടെ ഒരു എ പ്ലസ് ബി ഇൻറ്റു സി എവിടെയുണ്ട്, ഒരു മൈനസ് 2a ഇൻറ്റു എ പ്ലസ് ബി ഇവിടെയുണ്ട്. ഈ രണ്ട് ടൈം ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്ത് കിട്ടും, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് കിട്ടും. നിങ്ങൾ നോക്കുക, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ രണ്ട് ടൈമിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ഒരു ടൈമിന്റെ സ്ക്വയർ ആണ്. സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പോസിറ്റീവ്. രണ്ട് പോസിറ്റീവ് ടൈം ആഡ് ചെയ്ത് എന്ത് തന്നെ കിട്ടത്തുള്ളൂ, പോസിറ്റീവ് കിട്ടത്തുള്ളൂ. ദെൻ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന വാല്യൂ എന്തായി, ഗ്രേറ്റർ ദാൻ 0 ആയി. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ തന്നേക്കുന്ന റൂട്ട് റിയൽ ആൻഡ് അൺഈക്വൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എക്സ്പാൻഡ് ചെയ്തപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തിനാ എക്സ്പാൻഡ് ചെയ്യേണ്ടത്, എക്സ്പാൻഡ് ചെയ്തപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നിങ്ങൾ അതിന് പകരം എന്ത് ചെയ്യുക, എ പ്ലസ് ബി ഒരു ടൈം ആയിട്ടും സി ഒരു ടൈം ആയിട്ടും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറെ ടൈം ക്യാൻസൽ ആയി പോകും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ അങ്ങനെ ഒന്ന് സോൾവ് ചെയ്യുക. മനസ്സിലായോ? അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഗിവൺ ബൈ എ പ്ലസ്, ഈ സെയിം ഇക്വേഷൻ തന്നെ തന്നേക്കുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ കെ ഈക്വൽ ടു നേരത്തെ C/2 ആണെങ്കിൽ ഇവിടെ എന്താ തന്നേക്കുന്നത്, സി എന്ന് തന്നേക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോരുത് കേട്ടോ. ഈ വാല്യൂ എത്രയാണ് തന്നേക്കുന്നത്, സി. ഇനി ഇവിടെ നോക്കി, ഈ ക്വസ്റ്റിനകത്ത് ഒരു ഫസ്റ്റ് തന്നേക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റിലെ ഓപ്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ AX² പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0 ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരുമ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 കിട്ടും. അത് എപ്പോഴാണ് 1 കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന വാല്യൂ എന്ത് കിട്ടുമ്പോൾ, 0 കിട്ടുമ്പോൾ. അപ്പൊ എക്സ് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി, എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എത്രയെന്ന് കിട്ടും, 0 എന്ന് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടും, 1 എന്ന് കിട്ടത്തില്ലേ. അപ്പൊ ഒരു റൂട്ട് എത്രയെന്ന് കിട്ടും, 1 എന്ന് കിട്ടും. അത് മാത്രമേ ഇവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതെന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നതിനകത്ത് ഇവിടെ ഫസ്റ്റ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എത്രയെന്ന് കിട്ടും, എ ഈക്വൽ, ഈ ക്വസ്റ്റിനകത്ത് എ ഈക്വൽ ടു എത്രയെന്നുണ്ട്, എ പ്ലസ് ബി. അതേപോലെ ബി ഈക്വൽ ടു എത്രയെന്നുണ്ട്, മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. അതേപോലെ സി ഈക്വൽ ടു എത്രയെന്നുണ്ട്, കെ എന്നാണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, കെ ഈക്വൽ ടു എത്രയെന്നുണ്ട്, സി എന്നുണ്ട്. ഇനി ഞാൻ ABC ഈ ലെഫ്റ്റ് സൈഡിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് ആഡ് ചെയ്യുകയാണ്. ഇത് തിരിഞ്ഞ പോലെ, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ആയിട്ടുള്ള എ പ്ലസ് ബി പ്ലസ് സിയും ഇത് ഈ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന എ പ്ലസ് ബി
മൈനസ് എ പ്ലസ് ബി പ്ലസ് സി, അടുത്തത് സി. അപ്പൊ ഇവിടെ തന്നേക്കുന്നത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി മൈനസ് ഓഫ്, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് എ മൈനസ് ബി മൈനസ് സി എന്ന് കിട്ടുമല്ലോ. നെക്സ്റ്റ് പ്ലസ് എത്ര കിട്ടി? സി എന്ന് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക, എയും മൈനസ് എ ക്യാൻസൽ ആയി പോയി, ബി മൈനസ് ബി ക്യാൻസൽ ആയി പോയി, മൈനസ് സി ക്യാൻസൽ ആയി പോയി, ഈക്വൽ ടു എത്ര കിട്ടും? 0 കിട്ടും. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ നിങ്ങൾ നോക്കുക, എ പ്ലസ് ബി പ്ലസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന വാല്യൂ ഒരു റൂട്ടാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 1 റൂട്ടായിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതേതാ? ആൻസർ സി എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് രണ്ടാമത്തെ റൂട്ട് കൂടെ കണ്ടുപിടിക്കണമെങ്കിൽ ക്വസ്റ്റിനെ നമ്മൾ തന്നിട്ടുണ്ട്, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ടും തന്നിട്ടുണ്ട്, സം ഓഫ് ദി റൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് ഈക്വൽ ടു എത്ര എന്ന് വരും? സം ഓഫ് ദി റൂട്ടും പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ വരുന്നത്? പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് ഈക്വൽ ടു എത്ര എന്ന് വരുന്നത്? സി ബൈ എ അല്ലേ. ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു എത്രയുണ്ട്? സി ബൈ എ. അപ്പോ ആൽഫ ഇൻറ്റു ബീറ്റ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എടുക്കുമ്പോൾ സി ബൈ എ. ഫസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. ഫസ്റ്റ് റൂട്ട് ഏതാ? ആൽഫ ഈക്വൽ ടു ഇപ്പൊ നമുക്ക് എത്രയുണ്ട്? ആൽഫ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഒരു റൂട്ട് 1 കിട്ടി. സെക്കൻഡ് റൂട്ട് ഞാൻ എന്തെടുക്കുന്നു? 1 ഇൻറ്റു ബീറ്റ ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? സി ബൈ, സിയുടെ വാല്യൂ സി തന്നെ, കെ ആയിരുന്നു, അത് ഇവിടെ എത്രയെന്ന് കിട്ടും? സി എന്ന് തന്നെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ എ ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? എ പ്ലസ് ബി. അപ്പൊ ബീറ്റ ഈക്വൽ ടു എത്ര വരും? ഇവിടെ ആദ്യം നമുക്ക് കെ ബൈ എ പ്ലസ് ബി എന്ന് എടുക്കാം. ഇനി കെയുടെ വാല്യൂ എത്ര? സി എന്നുണ്ട്, സി ബൈ എത്രയെന്നുണ്ട്? എ പ്ലസ് ബി. സെക്കൻഡ് റൂട്ട് സി ബൈ എ പ്ലസ് ബി. ഇത് രണ്ടും കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് 1 എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടിയിട്ടുണ്ട്? റൂട്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് n is the root of x square plus px plus m equal to 0 and m is the root of x square plus px plus n equal to 0. അപ്പൊ ഈ തന്നേക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് എമ്മിന്റെ റൂട്ട് എന്നും എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് എമ്മിന്റെ റൂട്ട് എത്രയെന്നുണ്ട്? എന്നിന്റെ റൂട്ട് എം. ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ തിരിഞ്ഞു പോലെ. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ഇപ്പുറത്തോട്ട് ആയതാണ്. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് എൻ ഈക്വൽ ടു എം ഈക്വൽ ടു 0യുടെ റൂട്ട് എൻ. എക്സ് സ്ക്വയർ പി എക്സ് പ്ലസ് എൻ ഈക്വൽ ടു 0യുടെ റൂട്ട് എത്രയുണ്ട്? എം. ദെൻ എന്താ ക്വസ്റ്റിനെ ചോദിച്ചേക്കുന്നത്? പി പ്ലസ് എം പ്ലസ് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഈസി ആണ്. എന്ത് ചെയ്യുക? എം റൂട്ട് ആണെങ്കിൽ ഈ തന്നേക്കുന്ന ഇക്വേഷനകത്ത് എൻ റൂട്ട് ആണെങ്കിൽ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും എടുക്കാം. ഫ്രം ഇക്വേഷൻ നമ്പർ 1, ഫസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എം ഈക്വൽ, അവിടെ റൂട്ട് എൻ എന്നല്ലേ തന്നേക്കുന്നത്. റൂട്ട് എൻ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയെന്ന് കൊടുക്കാം? എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ എത്രയെന്ന് കിട്ടും? എൻ സ്ക്വയർ പ്ലസ് പി എൻ പ്ലസ് എം ഈക്വൽ ടു 0. എൻ സ്ക്വയർ പ്ലസ് പി എൻ പ്ലസ് എം ഈക്വൽ ടു 0. ഇനി സെക്കൻഡ് ഇക്വേഷനകത്ത് ഫ്രം ഇക്വേഷൻ നമ്പർ 2, സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ റൂട്ട് എന്ന് പറഞ്ഞ വാല്യൂ എത്ര? എം എന്നാണ്. ദെൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും? എം സ്ക്വയർ പ്ലസ് പി എം പ്ലസ് എൻ ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 3. നെക്സ്റ്റ് ഇക്വേഷൻ നമ്പർ എത്ര എടുക്കുന്നു? 4 എന്ന് എടുക്കുന്നു. ഈ രണ്ട് ഇക്വേഷനോട് ഞാൻ എന്ത് ചെയ്യുക? ഒന്ന് സോൾവ് ചെയ്യാൻ പോകണം, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എൻ സ്ക്വയർ പ്ലസ് പി എൻ പ്ലസ് എം ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ എന്ത് കിട്ടും? എം സ്ക്വയർ പ്ലസ് പി എം പ്ലസ് എൻ ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷനോട് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 3 രണ്ടോട് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ മൈനസ് പി എൻ പ്ലസ്, അല്ലെങ്കിൽ അത് ഒന്നുകൂടെ എഴുതാമേ, ശ്രദ്ധിക്കണേ. എം സ്ക്വയർ പ്ലസ് പി എം പ്ലസ് എൻ മൈനസ് എൻ സ്ക്വയർ പ്ലസ് പി എൻ മൈനസ് എം ഈക്വൽ ടു എത്ര കിട്ടും? 0. എം സ്ക്വയർ മൈനസ് പ്ലസ് പി എം പ്ലസ് എൻ മൈനസ് എൻ സ്ക്വയർ മൈനസ് പി എൻ പ്ലസ് എം ഈക്വൽ ടു 0. പ്ലസ് അല്ല, മൈനസ് എം തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ഇവിടെ ഞാൻ എഴുതിയതിനകത്ത് മിസ്റ്റേക്ക് വന്നതാണ്. അപ്പൊ എത്രയെന്ന് കിട്ടും? മൈനസ് എം ഈക്വൽ ടു 0. ഇത് നോക്കേ, ഇതിനെ നമുക്ക് എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ എന്നും ഈ രണ്ട് ടൈമിനകത്ത് പി എമ്മും പി എന്നും അതൊരു കോമൺ ആയിട്ട് പി എടുത്തിട്ട് പ്ലസ് പി ഇൻറ്റു എം മൈനസ് എൻ പ്ലസ് എന്തെഴുതാം? എൻ മൈനസ് എം എന്ന് എഴുതാം. ഈക്വൽ ടു എത്ര കിട്ടും? 0 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇക്വേഷൻ എന്തായി? എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ പ്ലസ് പി ഇൻറ്റു എം മൈനസ് എൻ പ്ലസ് എന്ത് വരും? എൻ മൈനസ് എം എന്ന് കിട്ടും. ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക. ഇനി എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയറിനെ എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയറിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ ഇവിടെ എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയറിനെ എങ്ങനെ എഴുതാൻ പറ്റും? എം പ്ലസ് എൻ ഇൻറ്റു എം മൈനസ് എൻ. ബാലൻസ് ഉള്ള ടൈം എത്ര വരും? പി ഇൻറ്റു എം മൈനസ് എൻ. ഈ ടൈമിനകത്ത് ഒരു മൈനസ് ഇഞ്ച് കോമൺ ആയിട്ട് എടുത്താൽ മൈനസ് ഇൻറ്റു എം മൈനസ് എൻ എഴുതാലോ, ഈക്വൽ ടു 0. കാര്യം എല്ലാ ടൈമിനകത്ത് എം മൈനസ് എൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ ലാസ്റ്റ് ടൈമിന് എം മൈനസ് എൻ ആക്കാൻ വേണ്ടി
ലാസ്റ്റ് n മൈനസ് എം എന്നൊരു മൈനസ് കോമൺ ആയിട്ട് എടുത്തു. ദെൻ എല്ലാ ടൈമിലും ഒരു m മൈനസ് n കോമൺ ആയിട്ടുണ്ട്. m മൈനസ് n ഇൻറ്റു ഫസ്റ്റ് ടൈമിൽ എന്താണ് വന്നേക്കുന്നത്? ഫസ്റ്റ് ടൈം എന്തോരും m പ്ലസ് n, സെക്കൻഡ് ടൈമിൽ എന്തുകൊണ്ട് പ്ലസ് പി, തേർഡ് ടൈമിൽ m മൈനസ് n പോയി കഴിഞ്ഞാൽ -1 ഈക്വൽ ടു 0. അപ്പോൾ m മൈനസ് n കോമൺ ആയിട്ട് എടുത്തപ്പോൾ ഫസ്റ്റ് ടൈമിൽ എന്തുണ്ട് m പ്ലസ് n, സെക്കൻഡ് ടൈമിൽ പി ഉണ്ട്, തേർഡ് ടൈമിൽ -1 ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ രണ്ട് ടൈമിന്റെ പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. a ഇൻറ്റു ബി ഈക്വൽ ടു 0 കിട്ടണമെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കും a ഈക്വൽ ടു 0 ഓർ b ഈക്വൽ ടു 3 കിട്ടും 0. അപ്പോൾ ഇവിടെ m മൈനസ് n ഈക്വൽ ടു 0 എന്ന് കിട്ടും. സെക്കൻഡ് ഒരു ഇക്വേഷൻ വരുന്നത് m പ്ലസ് n പ്ലസ് പി മൈനസ് 1 ഈക്വൽ ടു 0. അങ്ങനെയാണ് അതിനകത്തുനിന്ന് ഇങ്ങോട്ട് എഴുതാം. എത്രയെന്ന് വരും? ക്ലിയർ ആവത്തില്ല അല്ലേ? ഇങ്ങോട്ട് എഴുതാം. എത്രയെന്ന് വരും? ആ ഇക്വേഷനകത്തുനിന്നും m പ്ലസ് n പ്ലസ് പി ഈക്വൽ ടു 1, -1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എത്രയെന്ന് കിട്ടി? +1 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നോക്കുക, m പ്ലസ് n പ്ലസ് പി ഈക്വൽ ടു 1. ക്വസ്റ്റ്യൻ നോക്ക്, ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് p പ്ലസ് m പ്ലസ് n. അപ്പോൾ m പ്ലസ് n പ്ലസ് പി ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? ആൻസർ ഓപ്ഷൻ സി എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. ചുമ്മാ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് വാല്യൂസ് ഒന്ന് അറേഞ്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് ദ സം ഓഫ് ദ റൂട്ട് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്? സം ഓഫ് ദ റൂട്ടും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഈക്വൽ ആക്കണം. ചുമ്മാ പറഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിക്കാം. സം ഓഫ് ദ റൂട്ട് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ആൽഫ ഇൻറ്റു ബീറ്റ. ഇത്രേ തന്നിട്ടുള്ളൂ. അതിനകത്ത് ആൽഫ ഈക്വൽ ടു 1 കൊടുക്കുക. ആൽഫ ഈക്വൽ ടു 1 ആണെങ്കിൽ 1 പ്ലസ് ബീറ്റ ഈക്വൽ ടു എത്രയെന്ന് കിട്ടണം? ബീറ്റ എന്ന് കിട്ടണം. ദെൻ ആൽഫ ഈക്വൽ ടു -1 എന്ന് കൊടുക്കുക. അപ്പൊ എത്രയെന്ന് കിട്ടും? -1 പ്ലസ് ബീറ്റ. -1 കൊടുത്തു. ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്യുകയാണെ. മറ്റേത് വരുമ്പോൾ ആംഗിൾ വാല്യൂ 0 വരും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ആയിക്കോട്ടെ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് കിട്ടി. ആൽഫ പ്ലസ് ബീറ്റയിൽ ആൽഫ -1 പ്ലസ് ബീറ്റ ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? -1 ഇൻറ്റു ബീറ്റ മൈനസ് ബീറ്റ എന്ന് കിട്ടും. ഈ രണ്ട് ബീറ്റ ഒരു സൈഡിൽ പോകുമ്പോൾ 2 ബീറ്റ ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. 2 ബീറ്റ ഈക്വൽ ടു 1, ബീറ്റ ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 1/2. അതേപോലെ എനിക്ക് എന്ത് ചെയ്യാം? -2 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കാം. ആൽഫ ഈക്വൽ ടു -2 കൊടുക്കും, വേറൊരു ബീറ്റ കിട്ടും. ആൽഫ ഈക്വൽ ടു +2 കൊടുക്കും, വേറൊരു ബീറ്റ കിട്ടും. നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് എന്ത് തന്നു കഴിഞ്ഞാൽ സം ഓഫ് ദ റൂട്ടും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും തന്ന ഇക്വേഷൻ എഴുതുന്നേക്കന x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുന്നത്. സം ഓഫ് ദ റൂട്ടും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ 1 കൊടുക്കുമ്പോൾ ബീറ്റ എന്ത് കിട്ടും? വേറൊരു വാല്യൂ കിട്ടും. അതേപോലെ ആൽഫ -2 കൊടുത്തപ്പോൾ വേറൊരു വാല്യൂ, ആൽഫ മൈനസ് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിലും ആൽഫയ്ക്ക് കൊടുത്താൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഒരു ബീറ്റയും കൂടെ കിട്ടും. അപ്പൊ നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് എന്ത് കിട്ടും? സൊല്യൂഷൻസ് കിട്ടും. സോറി, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലാവുന്നത്? ഏതൊരു ആൽഫ കൊടുത്താലും അവിടെ നമുക്ക് എന്ത് ഒരു ബീറ്റയും കൂടെ കിട്ടും. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽഫയും ബീറ്റയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ തന്നേക്കുന്ന രീതിയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏത് വേണം? ഒരുപാട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ എന്തായിരിക്കും ആൻസർ? ഇൻഫിനിറ്റ്ലി മെനി. ആൻസർ ഓപ്ഷൻ ഡി, ഇൻഫിനിറ്റ്ലി മെനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ തന്നേക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c = 0. ആൽഫ ആൻഡ് ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദെൻ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? α², β². ആൽഫയും ബീറ്റയും റൂട്ട് ആണെങ്കിലുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? α² β² എന്തായിട്ടുള്ള റൂട്ടായിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ? തന്നേക്കുന്ന റൂട്ട്സ് തന്നേക്കുന്നത് ആൽഫയും ബീറ്റയും ആണെങ്കിൽ ഇക്വേഷൻ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് എത്രയെന്ന് വരും? ആൽഫ ബീറ്റ. ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഈ ക്വസ്റ്റിനകത്തൂടെ ഒന്ന് എഴുതാം. ആൽഫ ആൻഡ് ബീറ്റ ആർ ദി റൂട്ട്സ് ആണെങ്കിൽ ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ, ദെൻ ഇക്വേഷൻ എഴുതുന്നത്, ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0. ഇതായിരിക്കും നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ആൽഫ പ്ലസ് ബീറ്റ. ഇവിടെ തന്നേക്കുന്നത് ആൽഫയും ബീറ്റ റൂട്ടാണ് തന്നിട്ട് നമുക്ക് ഇവിടെ തന്നേക്കുന്ന റൂട്ട് ഏതൊക്കെ വേണ്ടത്? α² β² റൂട്ടായിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? x² മൈനസ് α² പ്ലസ് β² എക്സ് പ്ലസ് α² ഇൻറ്റു β², അത് ഈക്വൽ ടു 0. ഇതായിരിക്കും നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ?
ഇപ്പൊ റൂട്ട് ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും ആണെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയായിരിക്കും വേണ്ടത്? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 0. ഇതായിരിക്കണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ നമുക്ക് എന്തിന്റെയൊക്കെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ ഇക്വേഷനകത്തും എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അതേപോലെ ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു സി ബൈ എ. രണ്ട് വാല്യൂസ് കിട്ടി. ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു സി ബൈ എ എന്ന് കിട്ടി. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഇനി നമ്മൾ ആദ്യം പഠിച്ച കുറെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. അത് നമ്മൾ നേരത്തെ ഒരു കുറച്ച് ഇക്വേഷൻ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്തുള്ളതാണ്. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ബി സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സി ബൈ എ. ബി സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സി ബൈ എ. നമുക്കറിയാം എൽ സി എം വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എ സ്ക്വയർ എൽ സി എം കിട്ടി. എത്ര കിട്ടും? ന്യൂമറേറ്റർ വരുന്നത് ബി സ്ക്വയർ മൈനസ് 2 എ സി. അപ്പൊ ബി സ്ക്വയർ മൈനസ് 2 എ സി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ആണ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ. നമുക്ക് ആൽഫ ബീറ്റ എന്ന് കണ്ടുപിടിക്കാം. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന സി ബൈ എ എന്നാണ്. അപ്പൊ ആൽഫ സ്ക്വയർ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്നല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരും? സി ബൈ എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ സ്ഥലമില്ല, ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതി കാണിക്കാം. ഇങ്ങോട്ടൊന്ന് എഴുതുകയാണെ. അതിന്റെ ബാലൻസ് അപ്പുറത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം, എന്തെങ്കിലും വായിച്ചിട്ട് എഴുതാമല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂസ് രണ്ടും ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുകയാണ്, ശ്രദ്ധിച്ചോണേ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു എത്രയുണ്ട്? സി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നുണ്ട്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടി? സി സ്ക്വയർ ബൈ എ സ്ക്വയർ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടി? ബി സ്ക്വയർ മൈനസ് 2 എ സി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഈ രണ്ട് വാല്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളത് നമ്മുടെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എക്സ് പ്ലസ് ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടി? ബി സ്ക്വയർ മൈനസ് 2 എ സി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു 0. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ചെയ്യാം. നമുക്ക് എന്താ, എ സ്ക്വയർ എൽ സി എം വെച്ചിട്ട് ചെയ്യുമ്പോൾ എൽ സി എം എത്ര കിട്ടി? എ സ്ക്വയർ ന്യൂമറേറ്റർ വരുമ്പോൾ എ എക്സ് സ്ക്വയർ മൈനസ് എത്ര കിട്ടും? ബി സ്ക്വയർ മൈനസ് 2 എ സി പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടും? 0. ഇക്വേഷൻ എ സ്ക്വയർ അല്ല, എ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യുമ്പോൾ എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് 2 എ സി ഇൻറ്റു എക്സ് ഉണ്ട്, എക്സ് പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ക്യാൻസൽ ആയിപ്പോൾ ഈക്വൽ ടു എത്ര കിട്ടും? 0 കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് 2 എ സി ഇൻറ്റു എക്സ് പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു 0. അതുകൊണ്ട് ചെറിയ ഈ തന്നേക്കുന്ന ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നോക്കുമ്പോൾ ഇവിടെ സി സ്ക്വയർ ഇല്ല, ഇവിടെ സി സ്ക്വയർ ഉണ്ട്. അതാണ് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ചിട്ട് ഇനി ആൻസറിൽ നോക്കുമ്പോൾ ഓപ്ഷൻ കൺഫ്യൂഷൻ വരരുത്. അത് കൃത്യമായിട്ട് ആൻസർ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഏതാണോ അത് തന്നെ സോൾവ് ചെയ്യണം. ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k for which sum of the squares of the root? What is the value of k for which the sum of the squares of the root equal to sum of squares of the root of 2x minus 2 into a minus 2 into x plus മൈൻ എന്ന് പറഞ്ഞാൽ കിട്ടും ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അതെന്താവണം? മിനിമം ആവണം അല്ലെ? അത് മിനിമം ആവുന്ന വാല്യൂസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ഒന്ന് ആൽഫ പ്ലസ് ബീറ്റ എന്ന് കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് ആൽഫ പ്ലസ് ബീറ്റ എഴുതുമ്പോൾ എത്ര ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ എത്ര വരും? മൈനസ് ഓഫ് മൈനസ് 2 ഇൻറ്റു കെ മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എത്ര കിട്ടും? കെ മൈനസ് 2 കിട്ടി അല്ലെ? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 2 ഇൻറ്റു ക്യാൻസൽ ആയി പോയി, ബാക്കി കെ മൈനസ് 2.
ഇനി ആൽഫ ഇൻറ്റു ബീറ്റ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഈക്വൽ ടു സി ബൈ എത്ര നീട്ടി -k+1 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും 2. ഇത്രയും കാര്യങ്ങളാണ് തന്നേക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മിനിമം ആണല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഉണ്ട്. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ 2 ആൽഫ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ k-2 ദി ഹോൾ സ്ക്വയർ അല്ലെ. k-2 ദി ഹോൾ സ്ക്വയർ പ്ലസ് എത്രയെന്ന് കിട്ടും? സോറി മൈനസ് ഓഫ് -k+1/2 മൈനസ് ഓഫ് 2 ഇൻറ്റു -k+1/2 ഇങ്ങനെയല്ല കിട്ടിയേക്കുന്നത്. ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? k-2 ദ ഹോൾ സ്ക്വയർ മൈനസ് എത്ര കിട്ടും? പ്ലസ് k+1 എന്ന് കിട്ടും. k-2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എത്ര കിട്ടി? k+1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു k-2 ദി ഹോൾ സ്ക്വയർ k-2 ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യാം. k-2 ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? k² മൈനസ് 4k പ്ലസ് 4 പ്ലസ് k+1 എന്നായി വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരും? k² മൈനസ് 3k പ്ലസ് 5 എന്നായി. ഈ k² മൈനസ് 3k പ്ലസ് 5നെ നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിന്റെ ലോട്ട്. കാര്യം ഇത് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിന്റെ ലോട്ട് ഒന്ന് മാറ്റുക. കംപ്ലീറ്റ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം k² മൈനസ് 3k എഴുതി ദെൻ എന്ത് ചെയ്യുക? 3യുടെ ഹാഫിന്റെ സ്ക്വയർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കംപ്ലീറ്റ് ദ സ്ക്വയർ എഴുതുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സിന്റെ ഹാഫ് എത്ര വരും? 3. 3യുടെ ഹാഫ് 3/2. 3/2ന്റെ സ്ക്വയർ എന്ത് ചെയ്യുക? 3/2 ദ ഹോൾ സ്ക്വയർ ആഡ് ചെയ്തു. 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/4 എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. -5 which is equal to ഇതിനെ നമുക്ക് k-3/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 ആയിരുന്നേ. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11 ഡിവൈഡഡ് ബൈ പ്ലസ് എന്ത് കിട്ടി? 11 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. സോൾവ് ചെയ്ത് നോക്കുക. ഇസ് ഈക്വൽ ടു ഈ തന്നേക്കുന്നതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇത് നോക്കുക, ഇത് എപ്പോഴാണ് മിനിമം ആവുന്നേ? ഈ തന്നേക്കുന്ന k-3/2 എന്ന് പറയും ഈ വാല്യൂ 0 ആകുമ്പോഴല്ലേ അത് മിനിമം ആവുന്നേ. 0 അല്ലാതുള്ള ഏത് വാല്യൂ കൊടുത്താലും അതിനകത്ത് എന്ത് കിട്ടും? ഈ പ്ലസ് 11/4 ആയതുകൊണ്ട് വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് മിനിമം അല്ലെ? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈസ് മിനിമം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താ തന്നേക്കുന്നത്? k-3/2 ഈക്വൽ ടു 0. അത് 0 ആയി കഴിഞ്ഞാൽ മിനിമം. ഇനി k-3/2 വേറെ ഏത് വാല്യൂ കൊടുത്താലും അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവാണ്. പ്ലസ് 11/4 എന്നാണ്. അപ്പോൾ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടത്തുള്ളൂ. ഇനി അത് മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴാ? 0 കിട്ടുമ്പോഴാണ്. അപ്പോൾ k-3/2 ഈക്വൽ ടു 0 ആണെങ്കിൽ k ഈക്വൽ ടു എത്ര വരും? 3/2 വരും. അപ്പോൾ k ഈക്വൽ ടു 3/2 വരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മിനിമം കിട്ടുന്നത്. ഇനി ആ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എത്ര ആയിരിക്കും? ഈ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ആൻസർ എത്ര ആയിരിക്കും? മിനിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11/4 ആയിരിക്കും. മിനിമം വാല്യൂ 11/4ഉം മിനിമം വാല്യൂ കിട്ടുന്നത് k ഈക്വൽ ടു എത്രയെന്ന് വരുമ്പോൾ 3/2 കിട്ടും. ആൻസർ ഓപ്ഷൻ സി. ഇമ്പോർട്ടന്റ് ആണ്, ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിന്റെ x² മൈനസ് 4x മൈനസ് ലോഗ് p⁻³ അതിന്റെ എന്ത് ഈക്വൽ ടു 0. അതിന്റെ എന്ത് കണ്ടുപിടിക്കുക? ആ റൂട്ട് റിയൽ ആണ്. ദെൻ മിനിമം വാല്യൂ ഓഫ് പിയുടെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. ലോഗരിതത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? റൂട്ട് റിയൽ എന്ന് വന്നിരിക്കുന്നത്. റിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം b² മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ദെൻ എത്ര ചെയ്യാം? a ഈക്വൽ ടു ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ a ഈക്വൽ ടു എത്ര എന്നുണ്ട്? എയുടെ വാല്യൂ എത്ര? a ഈക്വൽ ടു 1, b ഈക്വൽ ടു -4, c ഈക്വൽ ടു എത്ര എന്നുണ്ട്? മൈനസ് ലോഗ് p⁻³ ലോഗരിതം ഒക്കെ അറിയാമല്ലോ. ലോഗരിതം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ലോഗരിതം ഒക്കെ പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എന്ന് വരും? b² മൈനസ് 4ac കണ്ടുപിടിക്കും. b² ഈക്വൽ ടു എത്ര വരും? -4 ദി ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a ഈക്വൽ ടു എത്ര കിട്ടി? 1 ഇൻറ്റു c ഈക്വൽ ടു എത്ര കിട്ടി? മൈനസ് ലോഗ് p⁻³ വിച്ച് ഇസ് ഈക്വൽ ടു ഈ വാല്യൂ റിയൽ ആണ്. റിയൽ ആണ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര കിട്ടും? 0 കിട്ടും. ദെൻ 16 മൈനസിന്റെ മൈനസ് പ്ലസ് 4 ലോഗ് p⁻³ ഈക്വൽ ടു എത്ര? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ 4 ലോഗ് p⁻³ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് 16 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എത്ര കിട്ടും? -16 ആയി. ലോഗ് p⁻³ അല്ലെ? ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. ലോഗ് p⁻³ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4. രണ്ട് സൈഡിൽ ഒരു -4 വെച്ചിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ദെൻ ബാലൻസ് നോക്കിയോണേ, ഇമ്പോർട്ടന്റ് ആണ്. ലോഗ് p⁻³ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര കിട്ടും? -4 എന്ന് കിട്ടി.
അപ്പൊ നിങ്ങൾക്കറിയാം log m to the base n log a to the base b equal to c എന്നാണെങ്കിൽ എത്രയെന്ന് വരും b raised to c equal to a എന്ന് കിട്ടണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എത്രയെന്ന് വരും? ഇവിടുത്തെ c എന്ന് പറഞ്ഞ വാല്യൂ എത്ര? p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെ, പി എന്ന് പറയുന്ന വാല്യൂ അല്ലേ എ ഈക്വൽ ടു എത്ര എഴുതാം? ബി റേസ് ടു സി. അതേപോലെ പി ഈക്വൽ ടു ബി, ബിയുടെ വാല്യൂ എത്ര? 3 റേസ് ടു സി എന്ന് പറഞ്ഞ എത്ര കിട്ടും? -4. ഇത് നമ്മൾ പി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതണ്ടേ, പക്ഷേ ഈ തന്നേക്കുന്ന ലോഗരിതം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാളിറ്റിയുടെ ഒരു കണ്ടീഷൻ തന്നേക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മോഡൽ എഴുതുന്നുണ്ട്. പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 റേസ് ടു -4. അപ്പോൾ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 3 റേസ് ടു -4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 റേസ് ടു 4 എന്ന് അല്ലേ? നെഗറ്റീവ് പവർ താഴെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പോസിറ്റീവ് എന്നിട്ട് അപ്പോൾ 1/3 റേസ് ടു 4. അപ്പോൾ പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/3 റേസ് ടു 4 വാല്യൂ നമുക്കറിയാം 81 ആണ്. പി ഗ്രേറ്റർ ദാൻ ഈക്വൽ 81 എന്ന് പറഞ്ഞാൽ പിന്നെ മിനിമം വാല്യൂ എത്ര ആയിരിക്കും? 1/81. ആൻസർ ഓപ്ഷൻ സി. പി മിനിമം വാല്യൂ ഓഫ് പി ഈക്വൽ ടു 1/81. ആ ലോഗരിതത്തിന്റെ കാര്യം പറഞ്ഞത് ഒന്ന് നോക്കി വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്, മറന്നു. നെക്സ്റ്റ് ഇൻഇക്വാളിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 2x ഈ തന്നേക്കുന്ന ഇക്വേഷൻ ഏതാ? 1.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4.5. then which one of the following is correct? അപ്പോൾ ഈ തന്നേക്കുന്ന ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ തന്നേക്കുന്നതല്ല 2x - 3 എന്നൊക്കെ പറഞ്ഞ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തന്നേക്കുന്ന ഇക്വേഷൻ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. 1/5നെ 3/2 എന്ന് എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/5നെ 9/2 എന്ന് എഴുതാം. ഇനി 2 അങ്ങ് ക്യാൻസൽ ആക്കാൻ വേണ്ടി എല്ലാത്തിനും എന്ത് ചെയ്താൽ ഒരു 2 കൊണ്ട് ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാ ടൈമിനും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 9 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്കറിയാം 3 വലിയ വാല്യൂ ആണ് 2x. ദെൻ 9 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2x ചെറിയ വാല്യൂ. അപ്പൊ ഈ തന്നേക്കുന്നത് ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0, ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു 0. ഓക്കെ, ഈ തന്നേക്കുന്ന വാല്യൂ 2x - 3 എന്ന് പറയുന്നത് ഓപ്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2x - 3 എന്ന് പറയുന്ന വാല്യൂ എത്ര ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ 2x - 1 എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ്. 2x - 3 എന്ന് പറഞ്ഞ വാല്യൂ പോസിറ്റീവും അല്ലെ, അതുപോലെ 2x - 9 എന്ന് പറഞ്ഞ വാല്യൂ എന്തായി? നെഗറ്റീവ് ആയി. അങ്ങനെയാണ് നിങ്ങൾ നോക്കുക, ഈ ഒരു പോസിറ്റീവ് വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂവിന്റെ പ്രോഡക്റ്റ് എന്ത് കിട്ടണം? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 എന്നാ കിട്ടേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇവിടെ ഒരു ഈക്വൽ ടു 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x ലെസ് ദാൻ ഓർ ഈക്വൽ 9 എന്നുണ്ടായതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട് എന്ത് കിട്ടും? ഈ തന്നേക്കുന്ന വാല്യൂ 2x - 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x - 3 ഇൻറ്റു 2x - 9 എന്തായിരിക്കും? ലെസ് ദാൻ 0 എന്നാണ് വേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻ ഉണ്ട്. എന്താ? 3 ഈക്വൽ ടു 3 കൊടുക്കാം, 2x കൊടുക്കാം. അപ്പൊ ഈ വാല്യൂ എന്തായി? 2x ഈക്വൽ ടു 3 എന്നുള്ള വാല്യൂ 0 കിട്ടും. അപ്പൊ പ്രോഡക്റ്റ് എന്ത് കിട്ടണം? 0 തന്നെ കിട്ടണം. അപ്പൊ 0യും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ആൻസർ ചെയ്ത് ഒരു ഓപ്ഷൻ ഡി ആണ് കിട്ടുന്നത്. 2x - 3 ഇൻറ്റു 2x - 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഇവിടുത്തെ ഓപ്ഷൻ ഇതും കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓപ്ഷൻ ഡി എഴുതിയത്. ഇവിടെ നമുക്ക് ഇപ്പൊ ഇങ്ങനെ 1.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4.5 എന്നാണെങ്കിൽ ആൻസർ ചെയ്ത് കിട്ടും ഓപ്ഷൻ ബി എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇമ്പോർട്ടന്റ് ആണ്, ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x² + mx + n is an integer for all integer values of x, then which are correct? x² + mx + n എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? ഇന്റിജർ ആണ്. x² + mx + n is an integer for all integer values of x, then which of the following are correct? താഴെ തന്നിരിക്കുന്ന ഏതാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്? നിങ്ങൾ നോക്കിയ x² എന്ന് പറയുന്ന ഒരു ഇന്റിജർ, x എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ ഇന്റിജർ വാല്യൂസ് ഓഫ് എക്സ്. അങ്ങനെയാണ് ആദ്യത്തെ എന്തായിരിക്കും? ഇന്റിജർ ആയിരിക്കും. പ്ലസ് എക്സ് ഇൻറ്റു എം എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, എം ഇൻറ്റു ഇന്റിജർ പ്ലസ് എന്ത് കിട്ടും? എൻ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഇപ്പൊ ഈ തന്നേക്കുന്ന വാല്യൂ എന്ത് കിട്ടണം? ഒരു ഇന്റിജർ എന്ന് കിട്ടണമെങ്കിൽ ഈ തന്നിരിക്കുന്ന രണ്ട് വാല്യൂസും ഇന്റിജർ ആയാലല്ലേ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇന്റിജർ ആവാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെസിമൽ വാല്യൂസ് അല്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ ഇന്റിജർ ആണ്, പ്ലസ് രണ്ടാമത്തെ വാല്യൂ ഇന്റിജർ ആണ്, മൂന്നാമത്തെ എന്ത് തന്നെ കിട്ടണം? ഇന്റിജർ എന്ന് കിട്ടിയാലല്ലേ പ്രോഡക്റ്റ് എന്താവുന്നുള്ളൂ? ഇന്റിജർ ആവുന്നുള്ളൂ. നിങ്ങൾ ആ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഇവിടെ എന്ത് കിട്ടണം? ആദ്യത്തെ ഇന്റിജർ, സെക്കൻഡ് ഇന്റിജർ, തേർഡ് ഇന്റിജർ ആയാൽ മാത്രമേ എന്ത് പ്രോഡക്റ്റ് ഇന്റിജർ എന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ ആൻസർ എം എന്ന് പറഞ്ഞ വാല്യൂ, ഇത് രണ്ടെണ്ണത്തിലെ പ്രോഡക്റ്റ് ഇന്റിജർ ആണെങ്കിൽ എം മസ്റ്റ് ബി എന്തായിരിക്കണം? ഇന്റിജർ ആയിരിക്കണം. ദെൻ എൻ മസ്റ്റ് ബി ഇന്റിജർ ആയിരിക്കും. ആൻസർ എന്ത് വരും? ബോത്ത് 1 and 2. ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സെറ്റ് ഓഫ് വാല്യൂ സാറ്റിസ്ഫൈങ് ദ ഇൻഇക്വാളിറ്റി എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് സിക്സ് ലെസ് ദാൻ എക്സ്. അപ്പൊ നമുക്ക് ഇൻഇക്വാളിറ്റി അറിയാം, എക്സ് സ്ക്വയർ മൈനസ് എക്സ് അല്ലെ, മോഡുലസ് ഫംഗ്ഷൻ നമുക്കറിയാം, മോഡുലസ് ഫംഗ്ഷൻ മോഡ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എത്ര എന്നായിരുന്നു, 3 എന്നായിരുന്നു. ഇവിടെ വരുമ്പോൾ -6 ലെസ് ദാൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 ലെസ് ദാൻ എത്ര എന്ന് കിട്ടും, 6 എന്ന് കിട്ടും. ഈ തന്നെ ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ, -6 എത്രയെന്ന് വരും, -6 ലെസ് ദാൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 എന്നൊരു ഇക്വേഷനും, അതുപോലെ തന്നെ -6 അല്ല, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 ലെസ് ദാൻ 6. ഇങ്ങനെ രണ്ടായിട്ട് ഞാനൊന്ന് സോൾവ് ചെയ്യാൻ പോകും. ഫസ്റ്റിലെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ -6 റൈറ്റ് സൈഡിൽ വരുമ്പോൾ എത്രയെന്ന് കിട്ടും, രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക, ഒരു മൈനസ് കൊണ്ട് ഒരു 6 ആഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും, 0 ലെസ് ദാൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടും. 0 ലെസ് ദാൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സും കിട്ടി. സെക്കൻഡിനകത്ത് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ലെസ് ദാൻ എത്രയെന്ന് കിട്ടി, 12 എന്ന് കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ലെസ് ദാൻ 12 എന്ന് കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ലെസ് ദാൻ 12 അടുത്തെന്ന് പറഞ്ഞത് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഇത് ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ എത്ര 0 എന്ന് കിട്ടും. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ലെസ് ദാൻ 12 എന്ന് കിട്ടി. then ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടും, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0. ഇവിടുത്തെ വാല്യൂ എത്രയാണ് കിട്ടി, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടും, പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 12 ലെസ് ദാൻ 0 എന്ന് കിട്ടും. ഇൻഇക്വാളിറ്റി ഇപ്പൊ 6 നിങ്ങൾ ഇപ്പുറത്ത് കൊണ്ടുവന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇവിടെ തന്നേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, ഈ തന്നേക്കുന്ന ഇക്വേഷനെ എക്സ് പ്ലസ് ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം ലെസ് ദാൻ 0. ഇവിടുത്തെ ഇക്വേഷൻ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 0. എക്സിന്റെ വാല്യൂ എത്ര കിട്ടും, ഇത് ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നുകൊണ്ട് നമുക്ക് എന്ത് കിട്ടണം, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1ന്റെ വാല്യൂ എത്ര കിട്ടും, എക്സ് എലമെന്റ് ഓഫ് ഇൻഇക്വാളിറ്റി നമ്മൾ ഇന്റർവെൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് റിലേഷൻ ഫംഗ്ഷനകത്ത് ഇന്റർവെൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എക്സ് എലമെന്റ് ഓഫ് എത്ര കിട്ടും, ഈ ഫസ്റ്റ് ഇക്വേഷനകത്ത് ഓപ്പണിന്റെ -∞ ടു -1 യൂണിയൻ 0 ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷനകത്ത് ഇത് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്ര കിട്ടി, -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എത്ര കിട്ടും, 3 എന്ന് കിട്ടും. ഈ രണ്ടും കൂടെ സോൾവ് ചെയ്ത് വരുന്ന, രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എത്രയെന്ന് കിട്ടും, ദെൻ എക്സ് എലമെന്റ് ഓഫ് എത്രയെന്ന് വരും, -4 -1 യൂണിയൻ 0 ടു 3. അപ്പോൾ എക്സ് വരേണ്ട വാല്യൂ -4 ടു -1 യൂണിയൻ, ഈ രണ്ട് ഇന്റർവെലൂടെ എക്സിന്റെ വാല്യൂ ഇതും വെട്ടണം, എക്സിന്റെ വാല്യൂ ഈ വാല്യൂ വേണം. അപ്പൊ ഈ രണ്ട് ഇന്റർവെലും കൂടെ ഒരുമിച്ച് വരുന്ന പഠിച്ചിട്ടുണ്ട്, റിലേഷൻ ഫംഗ്ഷനകത്ത് ഇന്റർവെല്ലൊക്കെ എഴുതാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ രണ്ട് ഇക്വേഷനോടെ ഒരുമിച്ച് വരുന്ന ഇന്റർവെലാണ് എന്ത് വരും, എക്സ് എലമെന്റ് ഓഫ് എത്രയെന്ന് വന്നു, -4 -1 യൂണിയൻ 0. ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇത് റേഞ്ച് അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോബിലിറ്റി എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആ രണ്ട് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത മോഡലേ ഉള്ളൂ. റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഇക്വാളിറ്റിയുടെ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. റേഞ്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, തന്നേക്കുന്ന ഇൻഇക്വാളിറ്റിയുടെ റേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഈ തന്നേക്കുന്ന ഫംഗ്ഷന്റെ ഇപ്പൊ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ റേഞ്ച് -6 ടു +6. അതിന് മുമ്പ് നമ്മൾ ഒരെണ്ണം ചെയ്തതിനകത്ത് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ഇന്റിജർ എന്നാണ് എല്ലാം വന്നേക്കുന്നത്. അപ്പൊ ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്നുള്ള കാര്യമാണ്. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. പിന്നെ അടുത്തതിനകത്തോട്ടൊന്ന് പോവുകയാണ്. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ p² + q² -11 pq = 0 എന്നുണ്ട്. ഞാൻ p - q കണ്ടുപിടിക്കാനാണ്. p - q കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, p - q ദ ഹോൾ സ്ക്വയർ എഴുതിയിട്ട് അതിനകത്ത് p - q എഴുതാണ്. p - q ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫയും പിയും ക്യൂയും റൂട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. p - q ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ p + q ദ ഹോൾ സ്ക്വയർ മൈനസ് എത്രയെന്ന് കിട്ടും, 4pq എന്നാണ് കിട്ടേണ്ടത് കേട്ടോ. p - q ദ ഹോൾ സ്ക്വയർ = p + q ദ ഹോൾ സ്ക്വയർ - 4pq. ആ ഇക്വേഷൻ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, ആൻസർ കിട്ടിക്കോളും. നമ്മൾ ടൈം ഇല്ല, അതുകൊണ്ട് അടുത്തതിനകത്തോട്ട് പോവാണ്. അതുകൊണ്ട് ഒന്ന് കേട്ടിട്ട് വേണം നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവരും ഉണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനോട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അടുത്ത സെക്ഷനോട്ട് പോവാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്.
പ്രോബബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ. ഇപ്പൊ ഇന്ന് നമുക്കത് തീർന്നില്ലെങ്കിൽ അടുത്തൊരു ക്ലാസ്സിലും കൂടെ എന്ത് ചെയ്യാം, പ്രോബബിലിറ്റിയുടെ ബാലൻസും കൂടെ വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, പ്രോബബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു, തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു എത്ര ക്വസ്റ്റ്യൻ വരും, ഒരു 10 ക്വസ്റ്റ്യനോളം നമുക്ക് അതിനകത്ത് വരുന്നതാണ് അല്ലെ. 10 അല്ല, 10 to 13, 10 to 13 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒക്കറൻസ് ഓഫ് പ്രോബിലിറ്റിയുടെ ക്ലാസിക്കൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത്, നമ്മൾ പ്രോബിലിറ്റി എങ്ങനെ പറയുന്നത്, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്നാണ് നമുക്ക് എന്ത് വേണ്ടത്, പ്രോബിലിറ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ. മറന്നു പോകരുത്, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഓഡ്സ് ഇൻ ഫേവർ, ഓഡ്സ് എഗനിസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യനകത്ത് അതേപോലെ തന്നെ ചോദിക്കുകയാണ്, ഓഡ്സ് ഇൻ ഫേവർ ആൻഡ് ഓഡ്സ് എഗനിസ്റ്റ് എന്ന് പറഞ്ഞ വാല്യൂ. ഫസ്റ്റ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എന്ന് പറഞ്ഞാൽ, ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഈക്വൽ ടു എമ്മും ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ഈക്വൽ ടു എൻ. അപ്പോൾ എം എന്ന് പറയുന്ന വാല്യൂ ഫേവറബിൾ ടു ആൻ ഇവന്റ്. നോക്കണം ഇവിടെ കംപ്ലീറ്റ് അല്ല ഇക്വേഷൻ. ഫേവറബിൾ ടു ആൻ ഇവന്റ് എന്ന് പറഞ്ഞ വാല്യൂ എമ്മും ടോട്ടൽ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ എത്ര നീട്ടും, എൻ എന്നാണെങ്കിൽ നമുക്ക് ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ എത്ര നീട്ടും, എം ഡിവൈഡഡ് ബൈ എൻ മൈനസ് എം. നിങ്ങളിത് അടുത്തത് ഓഡ്സ് എഗനിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും, എൻ മൈനസ് എം ഡിവൈഡഡ് ബൈ എം. ഇത് ഞാനൊന്ന് വേറെ രീതിയിൽ ഒന്ന് പറഞ്ഞുതരാം. ഫേവറബിൾ ടു ആൻ ഇവന്റ് എന്ന് പറയുമ്പോൾ എം ആണെങ്കിൽ അൺഫേവറബിൾ എന്തായിരിക്കും ഇവിടെ, ഫേവറബിൾ എം ആണെങ്കിൽ അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ നമ്പറിനകത്ത് നിന്ന് ഫേവറബിൾ ആയിട്ടുള്ള മാറ്റിയാൽ പോരെ. അപ്പോൾ അൺഫേവറബിൾ ഈക്വൽ ടു എത്ര നീട്ടി, എൻ മൈനസ് എം നീട്ടി. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കേ, ഓഡ്സ് ഇൻ ഫേവർ ഈക്വൽ ടു, ഓഡ്സ് ഇൻ ഫേവർ ഈക്വൽ ടു ഫേവറബിൾ ഡിവൈഡഡ് ബൈ അൺഫേവറബിൾ നീട്ടും. ഓഡ്സ് എഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓഡ്സ് എഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ അൺഫേവറബിൾ ഡിവൈഡഡ് ബൈ ഫേവറബിൾ കിട്ടും. അതാണ് ഈ തന്നേക്കുന്നത് രണ്ട് ഇക്വേഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് ഇവന്റ് നമുക്കറിയാം എന്തായിരിക്കും, എം ബൈ എൻ ആണ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്നായിരിക്കും. അതുകൊണ്ട് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ മതി. പി ഓഫ് ഇ തന്നിട്ടുണ്ട്, പി ഓഫ് ഇ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോംപ്ലിമെന്റ് ഇങ്ങനെ കൊടുക്കുക, അതുപോലെ ഈ കോംപ്ലിമെന്റ് ബാർ എന്ന് കൊടുക്കുക, ഇഷ്ടമുള്ള രീതിയിൽ തരും. ദെൻ എന്ത് തരും, 1 മൈനസ് എന്ത് തരും, പി ഓഫ് ഇ എന്നാണ്. അത് വെച്ചിട്ട് അവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷനിലോട്ട് പോവാണ്. അഡീഷൻ തിയറം ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം കൂടെ പെട്ടെന്ന് പറയാം. അഡീഷൻ തിയറം എന്ന് പറയുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ വാല്യൂ എത്ര, എൻ ഓഫ് എ യൂണിയൻ ബി, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇമ്പോർട്ടന്റ് ആണ്, മറന്നത്. അതുപോലെ പി ഓഫ് എ യൂണിയൻ ബിയുടെ വാല്യൂ എന്ത് തന്നെ, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അടുത്തത് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. എ ആൻഡ് ബി ആർ എന്ത് തന്നേക്കുന്നത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എക്സോസ്റ്റീവ് എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, അതിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ, എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ്. എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണ് എന്തായിരിക്കും, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ പി ഓഫ് എ യൂണിയൻ ബിക്കകത്ത് എ ഇന്റർസെക്ഷൻ ബി എന്തായാൽ മതി, 0 ആയാൽ മതി. ഇമ്പോർട്ടന്റ് ആണ്. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഫോർ ഇനി 3 സെറ്റ് എ ബി സി തരികയാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. നമ്മൾ 3 സെറ്റിന്റെ ഇന്റർസെക്ഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ, എൻ ഓഫ് എ യൂണിയൻ